സോ ലെറ്റ്സ് ഡിസ്കസ് സംതിങ് ഇൻസൈഡ് കേരള. ഒരുപാട് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുവരാറുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേരളത്തിനകത്തുള്ള ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണെന്നുള്ളത്. സോ പലർക്കും കേരളത്തിന് പുറത്ത് പോയിട്ടൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമുണ്ട്. സോ ഇന്ന് അത്തരത്തിലുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ NIT കാലിക്കറ്റ്, നമ്മുടെ സ്വന്തം കോഴിക്കോട് NIT നൽകുന്ന സമ്മർ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. സോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ NIT.ac.in പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മർ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും നമുക്ക് കാണാം. ഇൻ്റർഫേസിൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം തരുന്നുണ്ട്. ദെൻ അതിൽ നമുക്കിവിടെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള മോർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഒരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള മറ്റൊരു പേജിലോട്ട് ഇത് റീഡയറക്റ്റ് ആവുന്നതാണ്. അതിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ഡീറ്റെയിൽസ്, അഥവാ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെ ഫാക്കൽറ്റീസാണ് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ്, ദെൻ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ദെൻ നമ്മൾ അതിന് സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ആപ്ലിക്കേഷൻ്റെ അലോങ് വിത്ത് കൊടുക്കേണ്ടുന്ന ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിലുണ്ട്. ഇതിൽ നമുക്കിതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻസ്ട്രക്ഷൻസും നോട്ടിഫിക്കേഷനും ഏകദേശം എല്ലാം സെയിം ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്താൽ തന്നെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. സോ BTech അല്ലെങ്കിൽ BE സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ സ്റ്റുഡൻസ്, MTech, MSc, MBA തുടങ്ങി വേരിയസ് സ്ട്രീംസ് ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിൽ NIT കാലിക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ BTech BE സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ തേർഡ് ഇയറോ ഓൺഗോയിങ് ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവരായിരിക്കണം, അഥവാ 4th അല്ലെങ്കിൽ 6th സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവർ. ആർക്കിടെക്ചർ UG സ്റ്റുഡൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4th സെമസ്റ്റർ, 6th, 8th സെമസ്റ്റർ ഓൺഗോയിങ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ MTech, MBA, MSc, ME ഇവരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിയാൻ പോകുന്ന അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ഫിനിഷ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനാണ് അവർ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഓഫർ ചെയ്യുന്നത്. ദെൻ മിനിമം CGPA അവർ വേണ്ടുന്നതായിട്ട് പറയുന്നത് 6.5 ആണ് ഔട്ട് ഓഫ് 10. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓഫ് 65% അഗ്രിഗേറ്റ് മാർക്സ് ആയാലും അത് അപ്ലിക്കബിൾ ആണ്. ദെൻ റെഗുലർ അല്ലെങ്കിൽ ഫുൾ ടൈം സ്റ്റുഡൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ അരിയർ, ബാക്ക് പേപ്പർ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ NIT കാലിക്കറ്റിൽ ഓൺഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊന്നും ഈ ഒരു പർട്ടിക്കുലർ സ്കീമിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പേജിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് അവരുടെ മെൻറ്റർഷിപ്പ് നൽകുന്ന ഫാക്കൽറ്റീസിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 144 പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണത്. സോ ആ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫാക്കൽറ്റീൻ്റെ അണ്ടറിൽ, സോ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഏതാണോ ആ ഏരിയയിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള റിസർച്ച് ആരാണോ നടത്തുന്നത് ആ ഒരു പർട്ടിക്കുലർ അപ്ലിക്കേഷൻ മാത്രം കൊടുക്കുക. കാരണം മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളുണ്ട്. സോ 30 to 60 days അഥവാ 1 month ഇൻറ്റേൺഷിപ്പും ഉണ്ട്. അതുപോലെ തന്നെ 2 month ഇൻറ്റേൺഷിപ്പും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 12-നായിരുന്നു. അതുപോലെ തന്നെ ഇത് അപ്ലിക്കേഷൻ എൻഡ് ആവുന്നത് മാർച്ച് 26-നാണ്. 26th 5 PM അതായത് വൈകുന്നേരം 5 മണിക്കാണ് അപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത്. പിന്നെ അതിൻ്റെ സ്ക്രൂട്ടിനി ടീം, അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധനയും മറ്റ് പ്രൊസീജിയറും എല്ലാം അവർ കഴിഞ്ഞ് സെലക്ട് ആയ സ്റ്റുഡൻസിന് ഒരു പക്ഷേ അവരൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. പ്രോബബ്ലി അത് വിളിച്ച് കണ്ടിട്ടില്ല. സോ എന്നാലും അവരത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ അവർ വിളിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ദെൻ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിനെ അവർ ഇൻഫോം ചെയ്യുന്നത് ഏപ്രിൽ 9 മുതൽ 16 വരെയുള്ള ആ ഒരു സമയത്തായിരിക്കും. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2025 മെയ് 1 മുതൽ ജൂലൈ 9 വരെയുള്ള ആ ഒരു സമയത്തായിരിക്കും എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ദെൻ ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ NIT കാലിക്കറ്റ് നൽകുന്ന ഈ ഒരു ഇൻറ്റേൺഷിപ്പിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. സോ അവർ 118 രൂപ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അതിൻ്റെ അടക്കുന്നതോടുകൂടി തന്നെ നമ്മളതിൻ്റെ UPI മോഡ് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും ട്രാൻസാക്ഷൻ നമ്പറും നോട്ട് ചെയ്ത് വെക്കുക.
ദെൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അപ്പം വേണ്ടുന്ന നോർമൽ ഡോക്യുമെൻറ്റ്സിൽ പെട്ടത് തന്നെയാണ് മറ്റ് ഡോക്യുമെൻറ്റ്സ്. സോ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവർ ചോദിക്കുന്നത് ഒറ്റ പേജ് 1 പേജ് ഉള്ള ഒരു റെസ്യൂമെ വേണം. അതുപോലെ തന്നെ 1 പേജിൽ ഒതുങ്ങുന്ന ഒരു SOP വേണം. ദെൻ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടുത്തെ HODയുടെ അല്ലെങ്കിൽ ഹെഡിൻ്റെ സാക്ഷ്യപത്രം അഥവാ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം. ദെൻ 10th 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് വേണം. 12th മാർക്ക് ഷീറ്റ് വേണം. ദെൻ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗ്രേഡ് കാർഡ്സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണം. അത് നിങ്ങളുടെ CGPA കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കറണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ID കാർഡ് അതിൻ്റെ ഒപ്പം നമ്മൾ വെക്കേണ്ടതാണ്. ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും കൂടി മേർജ് ചെയ്തിട്ട് ടോട്ടൽ സൈസ് ബിലോ 5 MB കുറവായിട്ടുള്ള ഒരു ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ 50 KB താഴെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കരുതി വെക്കുക. ആഫ്റ്റർ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും തെറ്റാതെ എല്ലാം ഫില്ല് ചെയ്ത് പോവുക. ഏതെങ്കിലും ഡീറ്റെയിൽസ് ഏതെങ്കിലും കാരണവശാൽ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കുന്നതാണ്. ദെൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ട്രാൻസാക്ഷൻ ID കൊടുക്കാനുള്ള സ്ഥലത്ത് ട്രാൻസാക്ഷൻ ID കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം നിങ്ങളുടെ പേയ്മെൻറ്റും നിങ്ങളുടെ ആപ്ലിക്കേഷനും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. സോ രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് അപ്ലോഡ് എലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ഫില്ലിംഗ്, ദെൻ സബ്മിഷൻ. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ്. ദെൻ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റേൺഷിപ്പ് കാലയളവാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 month ഇൻറ്റേൺഷിപ്പും ഉണ്ട്, 2 month ഇൻറ്റേൺഷിപ്പും ഉണ്ട്. സോ 1 month ഇൻറ്റേൺഷിപ്പാണ് നിങ്ങൾ ഒപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 3,540 rupees പേ ചെയ്യേണ്ടതായിട്ട് വരും. 2 month ഇൻറ്റേൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ 5,900 rupees പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സോ NITയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ്. പക്ഷേ പ്രോബബ്ലി അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിൻ്റെ പേയ്മെൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് കുറവാണ്. കാരണം പല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതിൽ കൂടുതൽ എമൗണ്ട് നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഇത് കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. എന്നിരുന്നാലും ഇതൊരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കൂടിയാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് sip@nitc.ac.in എന്ന് പറയുന്ന ഒരു മെയിൽ ID അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ മെയിൽ IDയിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ അയച്ചിട്ട് നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ NIT കാലിക്കറ്റ് നൽകുന്ന സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം 2025 കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇൻറ്റേൺഷിപ്പ് സമ്മർ വെക്കേഷനൊക്കെ വരാനാവുന്നത് കൊണ്ട് തന്നെ ഇൻറ്റേൺഷിപ്പ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് നോക്കുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇനിയും കുറേ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയതുണ്ട്. സോ കൂടുതൽ കണ്ടൻറ്റ്സ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.